കൂട്ടുകാരെ, ദൈവത്തിന്റെ സൂചനയുള്ളതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ നിങ്ങളുടെ കൺമുന്നിലെത്തിയത്. ഇതൊരു യാദൃശ്ചികതയല്ല. നിങ്ങൾ കാത്തിരുന്ന അതേ ദൈവീക സന്ദേശമാണിത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടുകഴിഞ്ഞു, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വന്നുകഴിഞ്ഞു എന്നതിന്റെ സൂചനയാണിത്. ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്ന വാക്കുകൾ, അത്ഭുതങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന ആ ദിശയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ തിരിച്ചുവിടും. വേണമെങ്കിൽ നിങ്ങൾക്കിത് അവഗണിക്കാം. എന്നാൽ സത്യം വിശ്വസിക്കൂ, ഈ സന്ദേശം നിങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ ഒരുപക്ഷെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യമായിരിക്കും നിങ്ങളുടെ കൈകളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. ഇത് നിങ്ങളുടെ ദൈവത്തിന്റെ, ഈശ്വരന്റെ നേരിട്ടുള്ള സൂചനയാണ്. ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ സമയത്ത് ഈ വീഡിയോ കാണാൻ പോലുമുള്ള യോഗ്യതയില്ല. എന്നാൽ നിങ്ങളിലേക്ക് ഈ സന്ദേശമെത്തി. എന്നാൽ അതിനർത്ഥം ദൈവം തന്നെ നിങ്ങളെ ഒരു പ്രത്യേക പാതയിലേക്ക് നയിക്കുന്നു എന്നാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് പെട്ടെന്ന് ചില വാക്കുകൾ, ചില കാര്യങ്ങൾ, ചില അടയാളങ്ങൾ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നത് എന്ന്? എപ്പോഴെങ്കിലും ഏതെങ്കിലും വരികൾ കേൾക്കുന്നു, എപ്പോഴെങ്കിലും ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നുവരുന്നു, എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്വപ്നം നിങ്ങളെ അസ്വസ്ഥനാക്കുന്നു. ഇതെല്ലാം യാദൃശ്ചികമല്ല, ദൈവത്തിന്റെ സൂചനകളാണ്. ഇന്ന് 2026 ഓഗസ്റ്റ് 2 ചുവടുസൂചനയാണ് ഈ വീഡിയോ. നിങ്ങളുടെ ഹൃദയം മിടിക്കുന്നുണ്ട്. കാരണം ഈ വാക്കുകൾ നിങ്ങൾക്കുവേണ്ടി തന്നെയാണ് പറയുന്നതെന്ന് നിങ്ങളുടെ ആത്മാവ് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വളരെ വലിയൊരു മാറ്റം വാതിലിൽ മുട്ടാൻ പോകുകയാണെന്ന് നിങ്ങളുടെ ആത്മാവിനറിയാം. ദൈവം നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തന്നത് നിങ്ങൾ തനിമിച്ചല്ല എന്ന് നിങ്ങളോട് പറയാനാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടുകഴിഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനകൾ പാഴായിപ്പോയിട്ടില്ല. ആലോചിച്ചു നോക്കൂ, എത്രയോ തവണ നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആകാശത്തേക്ക് നോക്കിപ്പറഞ്ഞു, യൂണിവേഴ്സ്, എന്റെ വാക്ക് കേൾക്കൂ, എനിക്കുവേണ്ടിയും എന്തെങ്കിലും ചെയ്യൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് മറുപടി ലഭിച്ചില്ലായിരിക്കാം. എന്നാൽ യഥാർത്ഥത്തിൽ ഓരോ തവണയും മറുപടി വന്നിരുന്നു. ആ രൂപത്തെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നു മാത്രം. എന്നാൽ ഇപ്പോൾ യൂണിവേഴ്സ് നേരിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു, ഇനി ഒരു സംശയവും ബാക്കിയുണ്ടാകാതിരിക്കാൻ. നിങ്ങൾ ഏത് വേദനയിലൂടെയാണോ, ഏത് ആശയക്കുഴപ്പത്തിലൂടെയാണോ, ഏത് കുറവുകളിലൂടെയാണോ കടന്നുപോകുന്നത്, അതിനൊരു അവസാനമുണ്ടാകാൻ പോകുകയാണ്. ദൈവം നിങ്ങളെ ഒരു പുതിയ പാതയിലേക്ക് നയിക്കുകയാണ്. ഇപ്പോൾ സാഹചര്യങ്ങൾ വളരെ പ്രയാസകരമായിരിക്കാം. എന്നാൽ ഈ സാഹചര്യങ്ങൾക്കിടയിൽ നിന്ന് പുറത്തുവന്ന് നിങ്ങൾ എത്താൻ പോകുന്ന ഇടം എങ്ങനെയുള്ളതാണെന്ന് നിങ്ങൾ ഒരിക്കലും ഭാവനയിൽ പോലും കണ്ടിട്ടുണ്ടാകില്ല. യൂണിവേഴ്സ് നിങ്ങൾക്കായി എന്താണ് പദ്ധതിയിട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ കഷ്ണങ്ങൾ മാത്രമാണ് കാണുന്നത്, എന്നാൽ ഈശ്വരന് മുഴുവൻ ചിത്രവും അറിയാം. ശരിയായ സമയം വരുമ്പോൾ അവിടുന്ന് ആ മുഴുവൻ ചിത്രവും നിങ്ങളുടെ മുന്നിൽ വയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം മാറിമറിയുന്ന ഒരു തിരിവ് വരാൻ പോകുകയാണ്. നിങ്ങളെ അവഗണിച്ചവർ, നിങ്ങളെ തള്ളിക്കളഞ്ഞവർ, നിങ്ങളെ സംശയിച്ചവർ, അതേ ആളുകൾ നാളെ നിങ്ങളെ കണ്ട് അത്ഭുതപ്പെടും. ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവത്തിന്റെ സൂചന നിങ്ങൾക്ക് അനുകൂലമായി മാറി എന്നതുകൊണ്ടാണ്. നിങ്ങളോടൊരു അപേക്ഷയുണ്ട്, ഈ വീഡിയോ അവസാനം വരെ കേൾക്കൂ. കാരണം ഈ വാക്കുകൾ നിങ്ങളുടെ കാതുകളിൽ വീഴുമ്പോൾ നിങ്ങളുടെ ആത്മാവിനുള്ളിൽ ഒരു പുതിയ ശക്തി ഉണരാൻ തുടങ്ങും. ദൈവത്തിന്റെ അനുഗ്രഹം വാക്കുകളുടെ രൂപത്തിൽ നിങ്ങളിലേക്കെത്തും. ഇന്നുള്ള ഈ വേദന, ഈ ഏകാന്തത, ഈ പോരാട്ടം, ഇതൊന്നും അധികനേരം നിലനിൽക്കില്ല. ദൈവം നിങ്ങളുടെ വിധിപുസ്തകത്തിലെ പുതിയ താൾ തുറന്നുകഴിഞ്ഞു. ആ താളിൽ എഴുതിയിരിക്കുന്നു, ഇപ്പോൾ സമയമായിരിക്കുന്നു സന്തോഷങ്ങളുടെ, ഇപ്പോൾ സമയമായിരിക്കുന്നു വിജയത്തിന്റെ, ഇപ്പോൾ സമയമായിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാൻ. ചിലപ്പോൾ നമ്മളെ പുതിയതായി നിർമ്മിക്കുന്നതിനായി ദൈവം നമ്മളെ തകർക്കും. മികച്ച കാര്യങ്ങൾ നൽകുന്നതിനായി പഴയ കാര്യങ്ങൾ അവിടുന്ന് തട്ടിയെടുക്കും. ഒരു പക്ഷേ അടുത്തിടെ നിങ്ങൾക്കെന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. ഏതെങ്കിലും ബന്ധം, ഏതെങ്കിലും അവസരം, ഏതെങ്കിലും സ്വപ്നം. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. വളരെ വലിയൊരു കാര്യത്തിനായി നിങ്ങൾ വഴിയൊരുക്കുകയായിരുന്നു. ഓർക്കുക, ദൈവം ഒരു വാതിൽ അടയ്ക്കുമ്പോൾ പുതിയൊരു വാതിൽ കാണിച്ചുതരാൻ പോകുകയാണ് എന്നാണ് അതിനർത്ഥം. നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിയത് ഇനി പുതിയ വാതിൽ തുറക്കാൻ പോകുന്നു എന്നതിന്റെ ഉറപ്പുള്ള തെളിവാണ്. ഇപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നു വരില്ല. എന്നാൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഓരോ കാര്യത്തിനും മറുപടി ലഭിച്ചു തുടങ്ങും. ഓരോ സംഭവങ്ങളും, ഓരോ സൂചനകളും, ഓരോ വാക്കുകളും നിങ്ങളെ ഈ ഘട്ടത്തിലേക്ക് എത്തിക്കാൻ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് ഈ സമയം ഉണരുകയാണ്. നിങ്ങളുടെ വിധി മാറിമറിയാൻ പോകുന്ന ജീവിതത്തിന്റെ ആ തിരിവിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കൂ. ഈശ്വരൻ നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട, തോൽക്കരുത്, സ്വയം തടയരുത്, ഞാൻ നിന്നോടൊപ്പമുണ്ട്.
ഞാൻ നിന്റെ വഴി എളുപ്പമാക്കുകയാണ്. നിനക്ക് വിശ്വാസമർപ്പിക്കുക മാത്രം ചെയ്താൽ മതി, നിനക്ക് മുന്നോട്ട് നടക്കുക മാത്രം ചെയ്താൽ മതി. ദൈവത്തിന്റെ സൂചനയാണ്, ഇതുവരെ നിങ്ങൾ കണ്ട കഷ്ടപ്പാടുകൾ, നിങ്ങൾ പൊഴിച്ച കണ്ണീർ, അതൊന്നും പാഴായിപ്പോയിട്ടില്ല. ഓരോ വേദനയും നിങ്ങളെ ശക്തനാക്കി, ഓരോ പോരാട്ടവും നിങ്ങളെ തയ്യാറാക്കി. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും ജീവിതം നിങ്ങളെ പരീക്ഷിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം. എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും വീണിട്ടും എഴുന്നേൽക്കേണ്ടി വരുന്നത്? എന്നാൽ ഇതാണ് ദൈവത്തിന്റെ വഴി. തയ്യാറെടുപ്പുകളില്ലാതെ എത്തിച്ചേരാൻ കഴിയാത്ത ആ തലത്തിലേക്ക് അവിടുന്ന് നിങ്ങളെ എത്തിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഇപ്പോൾ നിങ്ങളുടെ പോരാട്ടം അവസാനിക്കാറായതുകൊണ്ടാണ്. ഇനി ആ ലക്ഷ്യത്തിന് തൊട്ടടുത്ത് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. ഇനി ദൈവം പോലും നിങ്ങളെ തടയാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം, ഉണരണം, പൂർണ്ണമായി വിശ്വസിച്ച് അവിടുന്ന് നിങ്ങൾക്കായി തെരഞ്ഞെടുത്ത ആ പാതയിലൂടെ നടക്കണമെന്നാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു മനുഷ്യൻ തന്റെ അവസാന അതിരുകളിൽ എത്തിനിൽക്കുമ്പോൾ, എല്ലാം കൈകളിൽ നിന്ന് വഴുതിപ്പോകുന്നുവെന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുന്നത്? ആ അത്ഭുതങ്ങളും വെറുതെ സംഭവിക്കുന്നതല്ല, അത് ശരിയായ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിവരുന്ന ദൈവത്തിന്റെ അദൃശ്യശക്തിയാണ്. നിങ്ങൾക്ക് ശരിയല്ലാത്തതെല്ലാം യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയാണ്. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ടാണ് ആളുകൾ അകന്നുപോകുന്നത്, എന്തുകൊണ്ടാണ് ബന്ധങ്ങൾ തകരുന്നത്, എന്തുകൊണ്ടാണ് അവസരങ്ങൾ കൈവിട്ടുപോകുന്നത് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു. നിങ്ങളുടെ ഭാവിയിൽ തടസ്സമാകാൻ പോകുന്ന കാര്യങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കുകയായിരുന്നു. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിനുള്ളിൽ ഒരു അനക്കമുണ്ടാകുന്നുണ്ട്. ഈ വാക്കുകൾ വെറും വാക്കുകളല്ല, മറിച്ച് നിങ്ങൾക്കായി അയച്ച അനുഗ്രഹമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതാണ് സത്യവും. ഈ വാക്കുകൾ നിങ്ങളെ മാറ്റും. ഇതുവരെ കാണാൻ കഴിയാത്തത് നിങ്ങൾക്ക് കാണിച്ചുതരും. ഇപ്പോൾ എല്ലാം ഇരുട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നാം, എന്നാൽ ഈ ഇരുട്ടും ആവശ്യമാണ്. കാരണം ഈ ഇരുട്ടാണ് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വെളിച്ചം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ആ വെളിച്ചം പടരാൻ പോകുകയാണ്. വരുന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം എങ്ങനെ എളുപ്പമാകാൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾ കാണും. തടസ്സങ്ങളുണ്ടായിരുന്നിടത്ത് വഴികൾ തുറക്കും, ഇല്ല എന്ന് കേട്ടിരുന്നിടത്ത് ഉവ്വ് എന്ന് കേട്ടു തുടങ്ങും, ശൂന്യതയുണ്ടായിരുന്നിടത്ത് പുതിയ ഊർജം നിറയും. യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇതുകൂടി ഓർക്കണമെന്നാണ്. നിങ്ങളുടെ കഥ ഇവിടെ അവസാനിച്ചിട്ടില്ല, ഇതൊരു തുടക്കം മാത്രമാണ്. ഈ തുടക്കം എത്രത്തോളം ഗംഭീരമായിരിക്കുമെന്നാൽ നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ തോറ്റുകൊടുക്കാതിരുന്നതിൽ നിങ്ങൾ അഭിമാനിക്കും. ഓർക്കുക, നിങ്ങൾ സ്വയം ദൈവത്തെ ഉപേക്ഷിക്കാത്തതുവരെ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കില്ല. നിങ്ങൾ ഇവിടെ വരെ എത്തിയെന്നതിനർത്ഥം നിങ്ങൾ വിശ്വാസം നിലനിർത്തി, പ്രതീക്ഷ കൈവിട്ടില്ല എന്നാണ്. അതുകൊണ്ടാണ് അവിടുന്ന് തന്നെ നിങ്ങളെ സഹായിക്കാൻ വരുന്നത്. ഈ സമയത്ത് നിങ്ങൾ ക്ഷമ പാലിക്കുക മാത്രം ചെയ്താൽ മതി. എല്ലാ വാതിലുകളും തുറക്കുന്ന താക്കോലാണ് ക്ഷമ. ദൈവത്തിന്റെ പദ്ധതി എപ്പോഴും പൂർണ്ണമായിരിക്കും, എന്നാൽ മനുഷ്യന് കാത്തിരിക്കാനാണ് ബുദ്ധിമുട്ട്. എന്നാൽ ആര് കാത്തിരിക്കുന്നുവോ അവന്റെ പങ്കിലേക്ക് എപ്പോഴും ഏറ്റവും മികച്ച കാര്യങ്ങൾ തന്നെ എത്തും. നിങ്ങൾക്ക് എഴുതപ്പെട്ടു കഴിഞ്ഞത് എന്താണെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. വരാനിരിക്കുന്ന സമയം നിങ്ങളെ എത്തിക്കുന്ന ഇടത്തുവെച്ച് നിങ്ങൾ പറയും, എനിക്ക് നേരത്തെ തന്നെ വിശ്വാസമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഒരു ദിവസം നിങ്ങൾ ഈ വീഡിയോ കേട്ടിരുന്നുവെന്ന് ഓർമ്മ വരും. ഒരു ദിവസം ദൈവം തന്നെ നിങ്ങളെ ഇവിടെ വരെ എത്തിച്ചുവെന്ന് ഓർമ്മ വരും. അന്ന് നിങ്ങൾ മനസ്സിലാക്കും, ഈശ്വരന്റെ സൂചന ഒരിക്കലും തെറ്റാറില്ല എന്ന്. അതുകൊണ്ട് ഇവിടെ വരെ എത്തി ഈ സന്ദേശം കേട്ട സ്ഥിതിക്ക് ഇതിനെ നിസ്സാരമായി കാണരുത്. ഇതൊരു വെറും വീഡിയോ ആയിരുന്നില്ല, നിങ്ങളിലേക്കുള്ള ദൈവത്തിന്റെ സന്ദേശമായിരുന്നു. ദൈവം നിങ്ങളോടൊപ്പമുണ്ടെന്ന് ആരെങ്കിലും പറയുമ്പോൾ അതൊരു പഴഞ്ചൊല്ലു മാത്രമല്ല, ജീവനുള്ള സത്യമാണ്. ഇന്ന് ഓഗസ്റ്റ് 2 നിങ്ങൾ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ തനിച്ചാക്കിയിട്ടില്ല എന്നാണ് അതിനർത്ഥം. അവിടുന്ന് നിങ്ങളുടെ ഓരോ ചുവടിലും കൂടെയുണ്ട്. അത്ഭുതങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്ന ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നിങ്ങളെ നയിക്കുകയാണ്. ഓർക്കുക, നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ദൈവം കൂടെയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ പിന്നെ ഒരു ശക്തിക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. വരുന്ന ദിവസങ്ങളിൽ ജീവിതത്തിൽ ആ മാറ്റം വരുമ്പോൾ ഈ സൂചനകളെല്ലാം നേരത്തെ തന്നെ ലഭിച്ചിരുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുകയാണ്. പലപ്പോഴും ജീവിതം നിന്നുപോയി എന്ന് നമുക്ക് തോന്നാറുണ്ട്. നമ്മൾ കഠധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ ഫലം ലഭിക്കുന്നില്ല. എന്നാൽ യൂണിവേഴ്സ് എപ്പോഴും ശരിയായ സമയത്ത് ശരിയായ വാതിലുകൾ തുറക്കും. നിങ്ങൾക്ക് ആ ശരിയായ സമയം വരാൻ പോകുകയാണ്. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ വിധിയെ മാറ്റാൻ പോകുന്ന ഒന്നാണ്. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ ശക്തരാകാനും ആ മാറ്റത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാകാനും യൂണിവേഴ്സ് ചില അനുഭവങ്ങൾ നൽകും.
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പെട്ടെന്ന് ചില വിചിത്രമായ സൂചനകൾ ലഭിക്കാൻ തുടങ്ങുന്നത്? ചിലപ്പോൾ വീണ്ടും വീണ്ടും ചില നമ്പറുകൾ കാണുന്നു, സ്വപ്നങ്ങളിൽ ചില അപൂർവ ദൃശ്യങ്ങൾ വരുന്നു, പഴയ ആരെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നു, അല്ലെങ്കിൽ പുതിയ സാധ്യതകൾ മുന്നിൽ തെളിയുന്നു. ഇതെല്ലാം വെറുതെ സംഭവിക്കുന്നതല്ല, ഇത് യൂണിവേഴ്സിന്റെ ഭാഷയാണ്, നിങ്ങൾക്ക് നൽകുന്ന രഹസ്യ സന്ദേശങ്ങളാണ്. ഇന്നത്തെ യൂണിവേഴ്സ് സന്ദേശം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം മാറാൻ പോകുന്നു എന്നാണ്. തടസ്സങ്ങളും പ്രയാസങ്ങളും മാറിത്തുടങ്ങിയിരിക്കുന്നു. കാര്യങ്ങളെല്ലാം എളുപ്പമാകുന്ന ഒരു ഗോൾഡൻ ഫേസിലേക്ക് നിങ്ങൾ കടക്കുകയാണ്. ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നത് നിങ്ങൾ കാണും. എന്നാൽ ഓർക്കുക, ക്ഷമയും വിശ്വാസവും നിലനിർത്തുന്നവരുടെ ജീവിതം മാത്രമാണ് യൂണിവേഴ്സ് മാറ്റുന്നത്. നിങ്ങൾ തോറ്റുകൊടുത്തിട്ടില്ലെങ്കിൽ, പ്രതിസന്ധികളിലും പ്രതീക്ഷ കൈവിട്ടില്ലെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങളുടെ കഠിനാധ്വാനം യൂണിവേഴ്സ് പാഴാക്കില്ല. ഇപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നിങ്ങളെ തയ്യാറാക്കാൻ വേണ്ടിയുള്ളതാണ്. ഒരു കർഷകൻ വിത്ത് പാകി, മണ്ണ് കിളച്ച്, വളമിട്ട് ആ വിത്ത് മുളയ്ക്കാൻ ക്ഷമയോടെ കാത്തിരിക്കുന്നതുപോലെ യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തിൽ അധ്വാനത്തിന്റെയും ക്ഷമയുടെയും വിശ്വാസത്തിന്റെയും വിത്തുകൾ പാകിയിട്ടുണ്ട്. ആ വിത്ത് ഒരു പച്ചപ്പുള്ള മരമായി മാറാനുള്ള സമയമായി. യൂണിവേഴ്സ് പറയുന്നു, നിന്റെ സമയം മാറിക്കഴിഞ്ഞു. നീ പ്രാർത്ഥിച്ചതെല്ലാം ഇനി നിനക്ക് ലഭിക്കും. പോസിറ്റിവിറ്റി കൊണ്ടുവരുന്ന ആളുകളെ നിങ്ങൾക്ക് ലഭിക്കും. ജോലിയിൽ വിജയം ലഭിക്കും. ബന്ധങ്ങളിൽ സ്നേഹവും പരസ്പര ധാരണയും കൂടും. ഏറ്റവും പ്രധാനമായി ആത്മീയ ശാന്തി ലഭിക്കും. അടുത്തിടെയായി നിങ്ങളുടെ മനസ്സിൽ ഒരു ശാന്തത വരുന്നത് നിങ്ങൾ ഉണർന്നിട്ടുണ്ടോ? പണ്ട് ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ സ്വയം ശക്തനായി അനുഭവപ്പെടുന്നുണ്ടാകും. ഇതൊരു സാധാരണ മാറ്റമല്ല, നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് ഊർജ്ജത്തെ യൂണിവേഴ്സ് ശുദ്ധീകരിച്ചു തുടങ്ങി എന്നതിന്റെ സൂചനയാണിത്. ഉള്ളിൽ നിന്ന് നെഗറ്റിവിറ്റി പോകുമ്പോൾ പുറത്തുനിന്ന് പോസിറ്റിവിറ്റി വരാൻ തുടങ്ങും. വിധി മാറുമ്പോൾ ആദ്യം ചില കാര്യങ്ങൾ തകരും. പഴയ ശീലങ്ങൾ, പഴയ ബന്ധങ്ങൾ, പഴയ രീതികൾ എല്ലാം മെല്ലെ മാറാൻ തുടങ്ങും. അത് ചിലപ്പോൾ വേദന നൽകിയേക്കാം, എന്നാൽ പുതിയ തുടക്കത്തിന് വഴിയൊരുക്കാനാണിത്. ചില ആളുകൾ അകലുന്നുണ്ടെങ്കിൽ, ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട, ഇതിലും മികച്ചത് നിങ്ങൾക്കായി ഒരുക്കാനാണ് അത് സംഭവിച്ചത്. ഈ സന്ദേശം ഹൃദയത്തിൽ തൊട്ടാൽ ഇനി നിൽക്കരുത്, മുന്നോട്ടു പോകൂ. നിങ്ങളുടെ ഭാഗ്യത്തിന്റെ വാതിൽ തുറന്നുകഴിഞ്ഞു. പെട്ടെന്ന് നിങ്ങളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ആളുകളെ കണ്ടുമുട്ടും. വളരെക്കാലമായി കാത്തിരുന്ന ആ കാര്യം നിങ്ങൾക്ക് ലഭിക്കും. യൂണിവേഴ്സ് വിധി മാറ്റാൻ തീരുമാനിക്കുമ്പോൾ ആദ്യം മനസ്സിനുള്ളിൽ മാറ്റം വരുത്തും. പണ്ട് ആശയക്കുഴപ്പമുണ്ടായിരുന്ന കാര്യങ്ങളിൽ ഇപ്പോൾ വ്യക്തത വരും. തീരുമാനങ്ങളെടുക്കാൻ ഭയന്നിരുന്നിടത്ത് ഇപ്പോൾ ധൈര്യം തോന്നും. ദിവ്യമായ ഊർജം പ്രവർത്തിച്ചു തുടങ്ങി എന്നതിന്റെ സൂചനയാണിത്. ചിന്തകളുടെ വൈബ്രേഷൻ മാറുമ്പോൾ നിങ്ങളുടെ യാഥാർത്ഥ്യവും മാറും. പേടിക്കണ്ട, നിങ്ങളെ വിട്ടുപോകുന്നതൊന്നും നിങ്ങളുടേതായിരുന്നില്ല. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടേതായിരിക്കും. ശ്രമങ്ങളൊന്നും പാഴാകില്ല. എല്ലാ ശ്രമങ്ങൾക്കും 10 മടങ്ങ് ഫലം യൂണിവേഴ്സ് തിരികെ നൽകും. ഈ മാറ്റത്തെ എങ്ങനെ സ്വീകരിക്കണം? ആദ്യം മനസ്സിനെ തുറന്നുവെക്കുക. നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ വലിയ കാര്യങ്ങളായിരിക്കും യൂണിവേഴ്സ് നൽകുക. ഒരു പ്രത്യേക ജോലിയിൽ നിന്നാണ് സന്തോഷം കിട്ടുക എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതിനേക്കാൾ നല്ല അവസരം യൂണിവേഴ്സ് നൽകും. അതുകൊണ്ട് യൂണിവേഴ്സ് ചോദിക്കുന്നത് ഒന്നുമാത്രം, ട്രസ്റ്റ്, അതായത് വിശ്വാസം. വിശ്വാസമുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയായ സമയത്ത് നടക്കും. നിങ്ങളുടെ ചിന്തകൾ പോസിറ്റീവാകുമ്പോൾ അങ്ങനെയുള്ള അവസരങ്ങൾ യൂണിവേഴ്സ് സൃഷ്ടിക്കും. നിങ്ങളുടെ വൈബ്രേഷൻ മാറിക്കഴിഞ്ഞു. ഇനി അർഹിക്കുന്നത് നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ തനിച്ചല്ല, ഒരു ഉന്നത ശക്തിയുമായി നിങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ പൂർവികർ ഈ നിമിഷത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളും കണ്ണീരും അവർ കേട്ടു. അവരുടെ അനുഗ്രഹത്തിന്റെ ഫലം ഇനി ജീവിതത്തിൽ കാണാം. ഇതുവരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഏകാന്തത, ഭയം എന്നിവ കണ്ടിട്ടുണ്ടാകാം. എന്നാൽ ഇനി കാര്യങ്ങൾ മാറും. പൂർവികർ നിങ്ങളുടെ വഴികൾ തെളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നമ്മൾ തനിച്ചാകുമ്പോൾ പൂർവികർ ചുറ്റുമുണ്ടാകും. അവർ നമ്മളെ സംരക്ഷിക്കുകയും തടസ്സങ്ങൾ നീക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ജീവിതത്തിൽ വെളിച്ചം തിരികെ വരും. മുൻകാലങ്ങളിൽ അനുഭവിച്ച വേദനയ്ക്ക് തുല്യമായ സന്തോഷം ലഭിക്കും. പൂർവികരുടെ പ്രാർത്ഥനകൾ വളരെ ശക്തമാണ്. അവർ യൂണിവേഴ്സുമായി ചേർന്ന് പുതിയ താൾ തുറക്കാൻ തീരുമാനിച്ചു. ചില യാദൃശ്ചികതകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. പെട്ടെന്ന് പണം ലഭിക്കുക, പഴയ സുഹൃത്തിനെ കാണുക മുതലായവ. നിങ്ങളിപ്പോൾ ഡിവൈൻ പ്രൊട്ടക്ഷനിലാണ്. പരമപിതാവായ ഈശ്വരന്റെ ശക്തികൾ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ കൂടുന്നുണ്ട്. അത് പറയുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങൾ സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്.
ധ്യാനം ചെയ്യുകയോ പുസ്തകങ്ങൾ വായിക്കുകയോ ചെയ്യുന്നുണ്ടാകാം. നിങ്ങളിൽ ഹീലിംഗ് ഊർജ്ജമുണ്ട്. ചില റിസ്കുകൾ എടുക്കാൻ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായി മാറും. അതിൽ പൂർവികരുടെ അനുഗ്രഹമുണ്ട്. ഈഗിൾ സൂചനയായി കാണുന്നുണ്ടെങ്കിൽ പൂർവികർ കൂടെയുണ്ട് എന്നതിന്റെ പ്രതീകമാണ്. നിങ്ങൾ കണക്കുകൂട്ടലുകളോടെ റിസ്ക് എടുക്കാൻ കഴിവുള്ളയാളാണ്. വിജയമുറപ്പാണ്. ഈ സമയം നിങ്ങൾ കുറച്ച് ഏകാന്തത ആസ്വദിക്കുകയാണ്.